ഏറ്റവും ആദരണീയനായ സച്ചിദാനന്ദ സ്വാമികൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജാതിക്കതീതമായി മതത്തിനതീതമായി ലോകമലയാളവും മലയാളത്തിൽ ഒതുങ്ങി നിൽക്കാത്ത വിധം ഗുരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമാണങ്ങൾ കൊണ്ടും വചനങ്ങൾ കൊണ്ടും ലോകമാകെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഗുരുജയന്തിയും ഗുരു മഹാസമാധിയും ഏതെങ്കിലും വിധത്തിലുള്ളൊരു വിഭാഗത്തിൻ്റെ ആചരണങ്ങളോ ആഘോഷങ്ങളോ ആയി മാറാതെ പ്രത്യേകിച്ച് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഈ നാട് മുഴുവൻ ഒരു മനസ്സായി ഏറ്റെടുക്കുകയും പുതിയ തലമുറയ്ക്ക് അഭിമാനത്തോടെ കൈമാറുകയും ചെയ്യേണ്ട അഭിമാനകരങ്ങളായിട്ടുള്ള ചില വസ്തുതകളാണ് എന്ന യാഥാർത്ഥ്യം ആദ്യമേ തന്നെ സച്ചിദാനന്ദ സ്വാമികളുടെയും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെയും അഭിപ്രായത്തിനോടൊപ്പം ചേർന്ന് പറയണം എന്നാഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും പെട്ടവർ ഏറ്റവും ആദരവോടെ കാണുകയും 97 മഹാസമാധികൾ കഴിഞ്ഞുപോയിട്ടും പുതിയ കാലത്തിന് ഏറ്റവും ഗുണകരമായി അവതരിപ്പിക്കേണ്ട ഏറ്റവും പ്രസക്തമായ ദർശനം ഏതാണെന്ന ചോദ്യത്തിന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ലോകം അഭിമാനത്തോടെ പറയുകയും പ്രത്യേകിച്ച് മലയാളം അതിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന മഹാദർശനമാണ് ഗുരു ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. ഗുരുവെന്ന മഹാപ്രകാശമാണ് നമ്മയെല്ലാം പ്രകാശിപ്പിക്കുന്നതും നമ്മുടെ ജീവിതങ്ങളെ പ്രചോദിപ്പിക്കുന്നതും എന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും രാഷ്ട്രീയത്തിനും ലിംഗത്തിനും അപ്പുറത്ത് ഏകമനസ്സോടെ ലോകം അംഗീകരിക്കേണ്ട ദർശനങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള ചിന്തകളും നാം ലോകമുള്ളിടത്തോളം കാലം കൊണ്ടുപോകണമെന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധ്യമാകുന്നത്. പ്രിയപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ സ്വാഗത പ്രാസംഗികനും സൂചിപ്പിച്ചതുപോലെ ഗുരുജയന്തിയും ഗുരുസമാധിയും മറ്റെല്ലാ ദിനങ്ങളെയും പോലെ ഗവൺമെൻറ് പൊതു അവധി ഉൾപ്പെടെ പ്രഖ്യാപിച്ച് മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഏറ്റവും ഗൗരവത്തോടെയും രാഷ്ട്രീയത്തിനതീതമായും അറിയിക്കുന്ന ബഹുമാനത്തോടു കൂടി തന്നെ ആ ദിനങ്ങളെയും ദിനാചരണങ്ങളെയും നോക്കി കാണുന്നുണ്ട്. കേരളത്തിൽ ഒരുപാട് സംഘടനകൾ ഞങ്ങളുടേതുൾപ്പെടെ ഈ ദിനങ്ങളിൽ പുതിയ ഗുരു അവതരിപ്പിച്ച ദർശനങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അഭിപ്രായങ്ങൾ ഉയർത്തിപ്പിടിച്ചും ഗുരുദർശനങ്ങൾ പുതിയ കാലത്തിന് എങ്ങനെ പ്രാപ്യമാകും എന്നതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയും നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി ഇവിടെ പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തൻ്റെ ജീവിതധർമ്മം സമസ്ത ജീവജാലങ്ങൾക്കും സുഖം ഭവിക്കുന്നതിനായിട്ടുള്ള ജീവിതചര്യയുടെ പ്രചാരമാണെന്നും അതിനുചിതമായ മാർഗം സന്യാസമാണെന്നും തിരിച്ചറിഞ്ഞാണ് സാധാരണയായ ഒരു യുവാവ് ശ്രീനാരായണീയൻ എന്ന ഗുരുവായി മാറിയത് എന്ന് ചരിത്രം നമ്മളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് തന്നെ വളരെ പ്രസക്തമായിട്ടുള്ള ചർച്ചകളിൽ എന്തുകൊണ്ട് പീതവസ്ത്രധാരികളായി ശിവഗിരി തീർത്ഥാടകർ മാറേണ്ടതുണ്ട് എന്നതുൾപ്പെടെ ഓരോന്നിലും ഗുരുവിന് കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ലോകത്തിനൊരുപോലെ അംഗീകരിക്കാവുന്ന ആശയങ്ങളുമായിരുന്നു അതെല്ലാം എന്ന് നമുക്ക് വളരെ നേരത്തെ അറിയാവുന്നതാണ്. ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് കിട്ടൻ റൈറ്ററുമായിട്ടുള്ളൊരു സംസാരത്തിനിടയിൽ ഗുരു എന്തുകൊണ്ട് പീത വസ്ത്രമണിഞ്ഞുകൊണ്ട് ശിവഗിരി തീർത്ഥാടകർ വരണമെന്നുള്ളതിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. 928 തന്നെ വെള്ളവസ്ത്രം ഗൃഹസ്ഥരുടേത്, കാഷായം സന്യാസിമാർക്ക്, കറുത്ത തുണിയും കരിമ്പടവും ശബരിമലക്കാർക്ക്, ശിവഗിരി തീർത്ഥാടകർക്ക് മഞ്ഞ വസ്ത്രം, ശ്രീകൃഷ്ണൻ്റെയും ശ്രീബുദ്ധൻ്റെയും ഉണ്ട്. അതാണ് ഏറ്റവും കരണീയം. ഗുരുവിന് ഓരോന്നിലും ജനകീയമായ കാഴ്ചപ്പാടുകൾ അതിശക്തമായി ഉണ്ടാകാനും അവതരിപ്പിക്കാനും സാധ്യമാകും. ഗുരു നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ചത് വേദവും സ്മൃതിയും പുരാണങ്ങളും ഒക്കെ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു കാലത്ത് ശ്രീനാരായണ ഗുരു തൻ്റെ ചരിത്ര നിയോഗം ഹൃദയത്തിലേറ്റുവാങ്ങി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അധസ്ഥനും അടിയാളനും സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നവനുമായി തെറ്റായ വിധത്തിൽ അലിഖിതമായ നിയമങ്ങളുടെ ചാട്ടവാറുകൾ കൊണ്ട് ആക്രമിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തെ മനുഷ്യനായി മാറ്റുകയും ഈശ്വരാരാധനയുടെ ശരിയായ അർത്ഥത്തെ അവരെ ബോധ്യപ്പെടുത്തുകയും
ദൈവം സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമായ ഒരു അനുഭവമാണ് എന്നവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് എല്ലാ മേഖലകളിലൂടെയും കടന്നുപോയി ഹിന്ദുധർമ്മത്തിൻ്റെയും പൊതുജീവിതത്തിൻ്റെയും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെ പങ്കുവെച്ച് ഇന്ന് നാം ശതാബ്ദി ആഘോഷിക്കാൻ പോകുന്ന ആലുവ സർവമത സമ്മേളനത്തിനു മുമ്പായി ആദ്യത്തെ ലോകത്ത് നടന്ന ചിക്കാഗോ സമ്മേളനത്തിൽ പോയി പ്രസംഗിക്കുകയും ചെയ്ത് ലോകം അംഗീകരിക്കുന്ന സ്വാമി വിവേകാനന്ദൻ എന്ന യുവസന്യാസി ഷൊർണൂരിൽ ട്രെയിൻ മാർഗം വന്നിറങ്ങി കേരളത്തെ കണ്ട് അന്ന് വിവേകാനന്ദ പാറ എന്ന പേരിട്ടിട്ടില്ലാത്ത കന്യാകുമാരിയിലെ പാറപ്പുറത്ത് ചെന്നിരുന്ന് 3 ദിവസത്തെ മൗനധ്യാനവും കഴിഞ്ഞ് കേരളത്തെ നോക്കി അലറിയ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അത് കേരളത്തെ നോക്കി 3 ദിവസത്തെ മൗനധ്യാനത്തിനു ശേഷം വടക്കോട്ട് തിരിഞ്ഞു നിന്ന് സ്വാമി വിവേകാനന്ദൻ അലറിയത് മലയാളത്തിന്റെ ചരിത്രത്തിൽ കറുത്ത ലിപികളാൽ മാത്രം എഴുതി പിടിപ്പിക്കാവുന്ന ഒരു കാലത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് കേരളം ഭ്രാന്താലയം എന്നായിരുന്നു. കേരളം ഭ്രാന്താലയം എന്ന് വിളിക്കപ്പെട്ട ഒരു കാലം. പൊതുവഴികളിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുളിക്കാനും അമ്പലത്തിൽ കിടന്ന് ആരാധന നടത്താനും പള്ളിക്കൂടത്തിന്റെ ബെഞ്ചിലിരുന്ന് പഠിക്കാനും മരിച്ചാൽ കുഴിച്ചിടാനും ജീവിച്ചിരിക്കുന്ന കാലത്ത് തൻ്റെ മാടത്തിൻ്റെ പിന്നെ ഭൂമിയുടെ മീതെ ഒരു മാടം കെട്ടാനും അനുവാദമില്ലാതിരുന്ന തമ്പുരാന്റെ മുമ്പിലെ നായർ പട്ടാളം അതിൻ്റെ മൂളൽ കേട്ടാൽ ഓരോരുത്തരും വിധിക്കപ്പെട്ട അടിയെണ്ണി അകലമാറി നിൽക്കണം എന്ന് പ്രഖ്യാപിച്ചിരുന്ന ഒരു കാലത്ത് ചാതുർവർണ്ണ്യം മയാസൃഷ്ടം എന്ന് പ്രഖ്യാപിച്ചിരുന്ന ഭീകരനീതി ചാട്ടവാറുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ തൻ്റെ ധർമ്മം നിർവഹിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച കാലത്ത് കേരളം ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ പ്രഖ്യാപിച്ചു. ഇന്ന് ഞങ്ങളെല്ലാം അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, കേരള ദ ഗോഡ്സ് ഓൺ കൺട്രി, കേരളത്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇവിടെ മലകളും പുഴകളും കാട്ടരുവിയുടെ താളവും കാട്ടാറിൻ്റെ ഒഴുക്കും മനോഹരമായ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും ഉള്ളത് കൊണ്ടല്ല കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നാം വിളിക്കുന്നത്. വർക്കലയിലെ കടപ്പുറത്തേക്ക് വരാൻ ആളുകൾ തയ്യാറായി നിൽക്കുമ്പോഴും നമ്മൾ പറയും ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നത് കൊണ്ടാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായത്. അല്ല. സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചിരുന്ന ഈ മണ്ണിനെ ഉഴുതുമറിച്ചിട്ട് ഇവിടെ മനുഷ്യന് ജീവിക്കാവുന്ന ഒരു കാലം സൃഷ്ടിക്കുകയും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും വർണ്ണത്തിനും വർഗത്തിനും ലിംഗത്തിനും ഒക്കെ അതീതമായി ഒരു ദർശനത്തെ ലോകത്തിൻ്റെ മുമ്പിൽ വെക്കുകയും ചെയ്ത ഒരു വിപ്ലവ കൊടുങ്കാറ്റ് പ്രക്ഷുബ്ധമായ സാമൂഹിക സാഹചര്യത്തിൽ നവോത്ഥാനത്തിൻ്റെ വഴികളിൽ ആഞ്ഞു വീശി എന്ന യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞു പോകാതെ ഇരിക്കാനാകില്ല. ഗുരു ഉയർത്തിവിട്ട ഒരു സന്ദേശമുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഈ മഹത്തായ സന്ദേശത്തിൻ്റെ അലയൊലികൾ മലയാളത്തിൻ്റെ അതിർത്തികളും കടന്ന് യുഗാന്തത്തോളം മുഴങ്ങിക്കൊണ്ടേയിരിക്കും എന്ന് നമ്മുടെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ സച്ചിദാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ പണ്ഡിതോചിതമായ വരികളിലൂടെ പറഞ്ഞു വെച്ചു, ഒരു ജാതി എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയെക്കുറിച്ചല്ല, മനുഷ്യജാതിയെക്കുറിച്ച് തന്നെ വിവക്ഷിച്ച മഹാനായ യുഗപ്രഭാവനായിട്ടുള്ള ഒരു ഗുരുനാഥൻ്റെ മഹാസമാധിയുടെ മുമ്പിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. മനുഷ്യരുടെ മതം, വേഷം, ഭാഷ മുതലായവ എങ്ങനെയായിരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം പന്തിഭോജനം നടത്താനും വിവാഹം നടത്താനും ഒരു ദോഷവുമില്ലെന്നും മനുഷ്യൻ നന്നാവണം, അത് പ്രവൃത്തിയിലും വാക്കിലും വിചാരത്തിലും ശുദ്ധി വേണം, അതാണ് ആവശ്യം എന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മഹത്തായ വചനത്തിലേക്ക് ഇരുളടഞ്ഞ ഒരു ഭൂതകാലത്തിൽ നിന്നുകൊണ്ട് തന്നെ മഹാനായ ശ്രീനാരായണ ഗുരു പ്രഖ്യാപിക്കാൻ ഇടവന്നത് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. അന്ന് നടത്തിയ എല്ലാ വിധത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളോടും സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ വഴിവെക്കിൽ നിന്നുകൊണ്ട് നടത്തിയ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളോടും ഗുരു നടത്തിയ ഐക്യപ്പെടൽ നമുക്ക് വായനാനുഭവങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാനാകുമെങ്കിലും അത് ഇന്നിൻ്റെ കൂടി യാഥാർത്ഥ്യമാണ് എന്നിവിടെ പറഞ്ഞു വെക്കുക തന്നെ ചെയ്തു. ജാതീയവും മതപരവുമായ വിഭാഗീയതയുടെ വിത്തുകൾ സാംസ്കാരികമായി ഏറെ ഔന്നത്യം പുലർത്തുന്ന കേരളത്തിൻ്റെ മണ്ണിൽ കിളിർത്തു വരാൻ ഒരു കാരണവശാലും നാം അനുവദിച്ചുകൂടാ എന്നുള്ള കടുത്ത അഭിപ്രായം തന്നെ നമുക്ക് മഹാസമാധിയുടെ 97ാമത് വാർഷികാഘോഷത്തിൽ മനസ്സിൽ ഉറപ്പിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇന്ത്യ വൈജാത്യങ്ങളുടെ നാടാണ്. വ്യത്യസ്തങ്ങളായ മതങ്ങൾ, ജാതികൾ, ഭാഷകൾ, വസ്ത്രധാരണങ്ങൾ, കാലാവസ്ഥകൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്. ഇപ്പോൾ നാം കാണുന്നുണ്ട്, ഇന്ത്യ എന്ന രാജ്യത്തിന് സ്വന്തമായൊരു ഭാഷയില്ല, ഇന്ത്യ എന്ന രാജ്യത്തിന് സ്വന്തമായൊരു മതമില്ല, ഇന്ത്യ എന്ന രാജ്യത്തിന് മാത്രമായൊരു ദൈവമില്ല, ഇന്ത്യ എന്ന രാജ്യത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള വസ്ത്രധാരണമോ
ഏതെങ്കിലും വിധത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളോ ഇല്ല. ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഹുസ്വരതയുടെ നാടാണ്. ആ ബഹുസ്വരത അക്ഷരാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കണമെന്ന് എത്രയോ കാലം മുമ്പ് ബഹുസ്വരതയെ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിലുള്ള അലയൊലികൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല, പക്ഷേ ഏറ്റവും ഭീകരമായി നമ്മുടെ നാട് വെട്ടിമുറിക്കപ്പെടുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് ബഹുസ്വരതയെക്കുറിച്ചു തന്നെ ഇടതടവില്ലാത്ത വിധം സംസാരിക്കുകയും അതിനുവേണ്ടി ലോകത്തെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ശ്രീനാരായണ ഗുരുദേവന്റെ വചനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ധാരണകൾ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹം പൊതുസമൂഹത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ ലോകമുള്ളിടത്തോളം കാലം ഉയർന്നു നിൽക്കും എന്നു തന്നെയാണ് നമുക്ക് ഏറ്റവും ഗൗരവമായി പറയാനുള്ളത്. അതുകൊണ്ട് നാം ഈ സമാധി ദിനത്തിൽ ഉറപ്പിച്ചു മനസ്സിൻ്റെ ഒരു കോണിൽ എഴുതി വെച്ചിരിക്കണം, കാലത്തിൻ്റെ ചുമരെഴുത്തുകളിൽ എഴുതി വെച്ചിരിക്കണം, ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് മീതെ വർഗീയതയുടെ കാർമേഘങ്ങൾ പടരുന്ന ഒരു ഘട്ടത്തിലും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടുള്ള അർപ്പണബോധത്തോടെ നമ്മളെ പുനരർപ്പണം ചെയ്യാൻ വളരെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തണം എന്നു തന്നെ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ആലുവയിൽ നടന്ന സർവമത സമ്മേളനത്തിൻ്റെ 100ാമത് വാർഷിക ഘട്ടത്തിലാണ്, ശതാബ്ദി ആഘോഷ ഘട്ടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ആലുവ അദ്വൈതാശ്രമത്തിൽ 1924 ശിവരാത്രിയുടെ മാർച്ച് 3-4 തീയതികളിൽ നടന്ന സർവമത സമ്മേളനം എല്ലാ മതസാരവും സമഭക്തിയോടും സമബുദ്ധിയോടും ഉൾക്കൊള്ളാൻ സാധിച്ചാൽ മാത്രമേ വൈരത്തിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കാൻ കഴിയൂ എന്ന സന്ദേശം ഒരുപക്ഷെ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കരുത്തോടെ ഗുരുദേവന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു 1924 ആലുവയിൽ നടന്ന സർവമത സമ്മേളനം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ മതങ്ങളുടെയും സാരം ഏകമാണെന്ന ബോധ്യം വന്നവന് ഒരു മതവും നിന്ദ്യമല്ല എന്ന് ഗുരു ആ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചു. അത്തരമൊരു മതബോധം മനുഷ്യരിൽ ഉണ്ടാക്കാനാണ് എല്ലാ ആചാര്യന്മാരും ശ്രദ്ധിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും ചെയ്യേണ്ടത് എന്ന ആശയമായിരുന്നു യഥാർത്ഥത്തിൽ ലോക സർവമത സമ്മേളനത്തിലൂടെ നമ്മുടെ നാട് അവതരിപ്പിച്ചത്. മതബോധത്തിൻ്റെ മൗലികമായ വെളിവിലേക്കുള്ള ചരിത്രജാലകമായിരുന്നു ഗുരുദേവൻ സംഘടിപ്പിച്ച സർവമത സമ്മേളനം എന്ന് ഈ ഘട്ടത്തിൽ അഭിമാനത്തോടെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. ലോകത്ത് രണ്ടാമതും ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഏഷ്യയിൽ ആദ്യത്തേതുമായ സർവമത സമ്മേളനം 1893 ചിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദന്റെ മലയാള പ്രസംഗം കൊണ്ട് മലയാള ആമുഖം കൊണ്ട് ലോകം ഇപ്പോഴും ശ്രദ്ധിക്കുന്ന വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയൻസ് ആയിരുന്നു ആദ്യത്തെ സർവമത സമ്മേളനം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ രണ്ട് സമ്മേളനങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല മതാചാര്യന്മാരുടെ തത്വപ്രഭാഷണത്തിന് മുഖ്യത കൽപ്പിച്ചതാണ് ചിക്കാഗോ സമ്മേളനത്തിൻ്റെ പ്രാധാന്യമെങ്കിൽ മതങ്ങൾ പ്രതിദാനം ചെയ്യുന്ന മൂലതത്വങ്ങളിലെ ഏകതയെ വിളംബരം ചെയ്യുന്നതായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സർ ടി സദാശിവ അയ്യർ അധ്യക്ഷനായി, നേരത്തെ ബഹുമാനപ്പെട്ട സച്ചിദാനന്ദ സ്വാമികൾ സൂചിപ്പിച്ചതുപോലെ അച്യുതമേനോൻ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ എഴുതി എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തു മതവും ഇസ്ലാം മതവും ആര്യ സമാജവും ബുദ്ധ സമാജവും ബ്രഹ്മസമാജവും ഉൾപ്പെടെ ലോകത്ത് ജനിക്കുകയും ജീവിക്കുകയും നയിക്കുകയും ചെയ്യുന്ന എല്ലാ മതവിശ്വാസ പ്രമാണങ്ങളെയും ഒരു വേദിയിൽ കൊണ്ടിരുത്താൻ സാമൂഹിക അന്തരീക്ഷം, അതിന് ആ ഘട്ടത്തിലുണ്ടായ മതപരിവർത്തനത്തിൻ്റെ വ്യഗ്രത, മലബാറിലെ കലാപങ്ങൾ, ഇതെല്ലാം ഉള്ള ഒരു അന്തരീക്ഷത്തിൽ നടന്ന ആ സമ്മേളനം ലോകത്തിനോട് ഏറ്റവും ശ്രദ്ധയോടെ പ്രഖ്യാപിച്ചു മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന കാലം ഉള്ളിടത്തോളം കാലം മനുഷ്യൻ്റെ മനസ്സുകളിലെ ചുമരെഴുത്തുകളിൽ നിന്ന് വായിക്കാൻ പറ്റാത്ത തത്വചിന്ത. ഏറ്റവും അഭിമാനപൂർവ്വം ആ സമ്മേളനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് സ്വാമിയുടെ ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായ സത്യവ്രതൻ സ്വാമിയോട് സത്യത്തിൽ ആ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പുറത്തെഴുതി വയ്ക്കാൻ സ്വാമി പറഞ്ഞ, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരു ദർശനമുണ്ട്. അത് സർവമത സമ്മേളനത്തിൻ്റെ വലിയ ബോർഡല്ല. ഇപ്പോഴാണെങ്കിൽ അത്തരത്തിലുള്ള ബോർഡുകളും വെക്കുന്ന തലകളുമാണ് നമ്മുടെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ മുഖ്യ ഘടകമെങ്കിൽ അന്ന് സ്വാമി സത്യവ്രതനോട് ശ്രീനാരായണ ഗുരു നിർദ്ദേശിച്ചത് സർവമത സമ്മേളനത്തിൻ്റെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കേണ്ട ഒന്നുണ്ട്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന ഏറ്റവും ആപ്തമായ മുദ്രാവാക്യം.
സാധാരണ നിലയിൽ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മഹാസമാധിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വരുന്ന കാലത്തിന് എത്ര കാലം ലോകമുണ്ടായാലും അത്രയും കാലം 73 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിച്ച പാഠങ്ങളെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും ലോകത്തിൻ്റെ ഓർമ്മകളിൽ കരുത്തുറ്റുള്ള അനുഭവങ്ങളായി നിൽക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഒന്ന് ഗുരുവിൻ്റെ പ്രതിഷ്ഠകളും മറ്റൊന്ന് ഗുരുവചനങ്ങളുമാണ്. സാധാരണ നിലയിൽ ലോകത്ത് ഈ സർവമത സമ്മേളനം നടക്കുമ്പോൾ മതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പൊതുധാരയെ ഇവിടെ സച്ചിദാനന്ദ സ്വാമികൾ അവതരിപ്പിച്ചു. പരമേശ പവിത്രപുത്രൻ എന്നാണ് യേശുദേവനെ കുറിച്ച് ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുള്ള ഒരു ആമുഖ വർത്തമാനം. പരമേശ പവിത്രപുത്രൻ. എത്ര മഹത്തരമായിട്ടാണ് മറ്റൊരു മതത്തിൻ്റെ ആചാര്യനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്. കാരുണ്യവാൻ നബി മുത്തുരത്നമോ എന്ന് ചോദിക്കുന്നതിലൂടെ ഇത്തരം സംഭവങ്ങളിലൂടെ എങ്ങനെയായിരിക്കണം ജനാധിപത്യത്തിലും വിശ്വാസ പ്രമാണത്തിലും പൊതുജീവിതത്തിലും ഒരു മനുഷ്യൻ പുലർത്തേണ്ട ആധികാരികമായ അന്തസ്സ് എന്ന് ഗുരു തൻ്റെ വചനങ്ങളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്ന ഉച്ചത്തിൽ നമ്മളോട് പറഞ്ഞു വെക്കുകയായിരുന്നു. ഗുരുപ്രതിഷ്ഠകൾക്ക് പ്രത്യേകതകളുണ്ടായിരുന്നു. 988 കാലത്ത് വെണ്ണയും നെയ്യും പാലും കഴിക്കുന്ന ദൈവങ്ങൾ അത്രയും സവർണ സമൂഹത്തിനും ആൽത്തറകളിൽ കോഴിയും കള്ളും കഴിക്കുന്ന ദൈവങ്ങൾ മാത്രം പിന്നോക്കക്കാരനുമെന്ന അലിഖിതമായ നിയമത്തിലൂടെ സവർണ ജന്മിത്വ മേധാവിത്വം പ്രഖ്യാപിച്ചിരുന്ന അലിഖിതമായ നിയമത്തിൻ്റെ ഒരു കാലത്താണ് 988 ഞാൻ വിശദീകരിക്കേണ്ടതില്ല അരുവിക്കഥയിലെ ആദ്യത്തെ ശിവപ്രതിഷ്ഠയുണ്ടാകുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ, അവിടെ സൃഷ്ടിക്കപ്പെട്ട ആരാധനാലയത്തിന്റെ ചുമരുകളിൽ ഗുരു എഴുതി വെക്കണം എന്ന് തീരുമാനിച്ചത് ഇതേതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആരാധനാലയമാക്കണം എന്നല്ല, ഈ വിഭാഗമല്ലാതെ മറ്റെല്ലാവരോടും ശത്രുത പുലർത്തണം എന്നല്ല, നമ്മുടെ നേന്മകളെക്കുറിച്ച് മാത്രം നാം പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നല്ല, ഇതിനേക്കാൾ നല്ലതൊന്നുമില്ല എന്ന് ലോകത്തിനോട് പറയാനുമല്ല, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് താൻ പ്രതിഷ്ഠിച്ച ഒരു ആരാധനാലയത്തിന്റെ ചുമരുകളിൽ ഗുരു എഴുതി വെക്കാൻ തീരുമാനിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ വചനങ്ങൾ എഴുതപ്പെട്ടത് അരുവിക്കരയിലെ ആരാധനാലയത്തിന്റെ ചുമരെഴുത്തുകളിലല്ല, ലോകത്തിന്റെ മഹത്തരമായ ചുമരിൽ അന്ന് ഗുരു എഴുതി വെച്ച മഹത്തരമായിട്ടുള്ള ഒരു മുദ്രാവാക്യത്തിന്റെ ഒരു മഹത്തരമായ ഗുരുവചനത്തിന്റെ തുടർച്ചയായിരുന്നു. ഗുരുവചനങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും തീരാത്ത അത്ര കരുത്തോടെ നിൽക്കുന്നത് പോലെ ഗുരുപ്രതിഷ്ഠകളും അത്രയേറെ പ്രാധാന്യമുള്ളതാണ്. ഉല്ലലയിലും കളവങ്കോടും കണ്ണാടിയെ പ്രതിഷ്ഠിച്ചു ശ്രീനാരായണ ഗുരു. എൻ്റെ നാടായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ കാരമുക്കിൽ കെടാവിളക്കിന് തിരികൊളുത്തിക്കൊണ്ട് ഇതാ ഒരു പ്രതിഷ്ഠ എന്ന് ലോകത്തിനോട് പ്രഖ്യാപിച്ചു. പിന്നെ അദ്ദേഹം വാക്കുകളിൽ പ്രതിഷ്ഠ എഴുതി 4 വാക്കുകൾ: സത്യം, ധർമ്മം, ഭയം, ശാന്തി. സത്യം, ധർമ്മം, ദയ, ശാന്തി. സത്യം, ധർമ്മം, ദയ, ശാന്തി എന്ന 4 വാക്കുകൾ സാധാരണ മനുഷ്യന് ദൈവത്തിനെ പോലെ കണ്ട് ആരാധിക്കേണ്ട ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ വിഗ്രഹത്തെ വിഗ്രഹമായി സ്ഥാപിച്ചു നിർത്തലല്ല, ബ്രാഹ്മണ്യത്തിന്റെ പിടിയിലായിരുന്ന ദൈവത്തെ സാമാന്യ മനുഷ്യന്റെ അനുഭവമാക്കി അവന്റെ മുമ്പിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ധർമ്മമാണ് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ടും ജീവിതത്തിലെ പ്രതിഷ്ഠ കൊണ്ടും നിർവഹിച്ചത്. അനാചാരങ്ങളുടെയും പൗരോഹിത്യത്തിന്റെയും അകത്തളങ്ങളിൽ നിന്ന് സാധാരണക്കാരന്റെ അനുഭവങ്ങളിലേക്കും അരികിലേക്കും ശ്രീനാരായണ ഗുരു ദൈവത്തെ കൊണ്ടെത്തിക്കാൻ ശ്രമകരമായ പരിശ്രമം നടത്തി. അമ്പലങ്ങൾ ധാരാളമായി സ്ഥാപിക്കുന്നതിന്റെ അവസാനം അദ്ദേഹം പറഞ്ഞു, ഇനി ആരാധനാലയങ്ങളെക്കാൾ നമ്മുടെ കുട്ടികൾക്ക് വളർന്നു വരേണ്ട പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുന്നതിനാണ് നാം പ്രാധാന്യം കാണേണ്ടത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുകയും സംഘടന കൊണ്ട് ശക്തരാവുകയും എന്ന് മലയാളിയെ ആഹ്വാനം ചെയ്ത ആധുനിക സമൂഹത്തിലേക്ക് വന്നുചേരാനുള്ള എല്ലാ വഴികളും ഗുരു പച്ചയായ മനുഷ്യന്റെ മുമ്പിൽ തുറന്നിടുകയായിരുന്നു എന്ന് നമുക്കറിയാം. ഒരു കാലത്തെ അങ്ങനെ നിർത്തണം എന്നല്ല, ആ കാലത്തെ ആധുനികതയ്ക്ക് തുല്യമായി വളർത്തിയെടുക്കാൻ എന്തു ചെയ്യണം എന്ന് ഗുരു വിദ്യാഭ്യാസത്തെക്കുറിച്ച് വ്യവസായത്തെക്കുറിച്ച് തൻ്റെ സങ്കല്പത്തിലൂടെ നമ്മുടെ സമൂഹത്തിനകത്ത് പ്രഖ്യാപിച്ചു. ഈ ഗുരുപ്രതിഷ്ഠകൾ സമാനതകളില്ലാത്ത വിധം ഒരു പുത്തൻ അനുഭവത്തിന്റെ ഭാഷകളായിരുന്നു. അധകൃതർ എന്ന് വിളിക്കപ്പെട്ട ആക്ഷേപിക്കപ്പെട്ട ഒരു സമൂഹത്തെ സംഘടിക്കാനും ചോദ്യം ചെയ്യാനും സമരം നടത്താനും മാറ്റങ്ങൾ കൊണ്ടുവരാനും സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് നെഞ്ചുയർത്തിപ്പിടിച്ചുയരാനും ഗുരു നേതൃത്വപരമായ പങ്കുകൂടെ അവരെ കൊണ്ടുവന്നു എന്നുള്ളതും മലയാളിക്ക് വിസ്മരിക്കാനാകാത്ത ഇരുണ്ട ഭൂതകാലത്തിന്റെ ചരിത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഭ്രാന്താലയത്തിൽ നിന്ന് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് പരിവർത്തനം ചെയ്തത്
ഈ പറയപ്പെടുന്ന വിധത്തിലുള്ള കേരളത്തിന്റെ പ്രകൃതി രമണീയത കൊണ്ടല്ലെന്നും കേരളം ആധുനിക കാലത്തിലേക്ക് തുല്യമായി വളർത്തിയെടുക്കാൻ ഓരോ കോണിലും ഏറ്റവും സൂക്ഷ്മതലത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട പ്രവർത്തനങ്ങൾ ലോകമുള്ളിടത്തോളം കാലം ലോകത്തിന് അഭിമാനത്തോടെ ഏറ്റെടുക്കാനും കൊണ്ടു നടക്കാനും ഓരോ വിഷയങ്ങളിലും നമ്മുടെ സമീപനം എന്താണ് എന്ന് നോക്കണമെങ്കിൽ ഗുരുദേവ ദർശനം അക്കാര്യത്തിൽ എന്തു പറഞ്ഞു എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഗുരുദേവന്റെ ഭാഷ ഇപ്പോ നേരത്തെ ശുഭകാനന്ദ സ്വാമികളും സച്ചിദാനന്ദ സ്വാമികളും സംസാരിച്ചപ്പോൾ എത്ര കൃത്യതയോടുകൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ആ വിഷയങ്ങളെ അവർ പ്രതിപാദിച്ചത്. ഇന്ന് പ്രിയപ്പെട്ട സച്ചിദാനന്ദ സ്വാമികളുടെ ലേഖനത്തിൽ അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ജയന്തി പ്രഭാഷണങ്ങളിൽ നടത്തുന്ന ഉത്കോഷവും ആവേശവും സമാധി സമ്മേളനങ്ങളിൽ അത്ര കരുത്തോടെ വേണ്ട. സ്വാമി, ഞാനത് കേട്ടുകൊണ്ട് തന്നെ ആ വിധത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഗുരുദേവനെ ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത് ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യനോട് അവന് മനസ്സിലാകുന്ന ഭാഷയിൽ ഗുരുദേവന് സംവേദനം നടത്താൻ സാധിക്കുന്നു എന്നുള്ള മഹത്തായ അനുഭവം കൊണ്ടാണ്. ഗുരുവചനങ്ങളുടെ ഓരോ ഘട്ടവും അങ്ങനെയാണ്. മലയാളവും തമിഴും സംസ്കൃതവും നന്നായി അറിയാവുന്ന ഗുരുദേവൻ കവിത്വം കൊണ്ട് ഭാഷാശുദ്ധി കൊണ്ട് ഏതു വിഷയങ്ങളിലും ആധികാരികമായി അഭിപ്രായം പറയാൻ കരുത്തും കഴിവുമുള്ള ഗുരുദേവൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ വചനങ്ങളും ഏറ്റവും ശ്രദ്ധയോടെയായിരുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന പ്രഖ്യാപനം, സംഘടന കൊണ്ട് പ്രബുദ്ധരാവു, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുവിൻ, സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്ന പിന്നെ ആഹ്വാനം, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവനൻ ആത്മസുഖത്തിനായി വരണം എന്ന പ്രഖ്യാപനം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബാധിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് തൻ്റെ പ്രവർത്തനങ്ങൾ എന്നതുൾപ്പെടെ ശ്രീബുദ്ധനെ പോലെ ഗുരുവും തൻ്റെ ഭാഷയെ അടിമുടി പുതുക്കിപ്പണത് ഏറ്റവും സാധാരണക്കാരന് പോലെ അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട MP-യും MLA-യും വളരെ പ്രമുഖരായിട്ടുള്ള ഇവിടെ തുടർന്ന് നമുക്ക് അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തേണ്ട വളരെ ബഹുമാന്യരായ സ്വാമിജിമാരുമൊക്കെ ഈ വേദിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഇനിയും സംസാരം നീട്ടുന്നത് ഒരു ഗുണകരമായിരിക്കില്ല. സ്വാമി ശ്രീനാരായണ ഗുരു എത്രയോ കാലം മുമ്പ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട് കാണേണ്ട ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് പാർലമെന്റും നിയമസഭയും ഒക്കെ ജനാധിപത്യത്തെ വിമർശിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ ശ്രദ്ധയൂന്നേണ്ടതുണ്ടെങ്കിൽ ജനാധിപത്യം എന്നാൽ ഭൂരിപക്ഷത്തിൻ്റെ മാത്രം അഭിപ്രായമല്ലെന്നും എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന മനസ്സിൻ്റെ വിശാലമായിട്ടുള്ള പ്രകടനമാണെന്നും എത്രയോ കാലം മുമ്പ് അനുഭവങ്ങൾ കൊണ്ട് അദ്ദേഹം പങ്കുവച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാരാണ് എന്ന ചോദ്യത്തിന് പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായിട്ടും. പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രമുഖരായ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് ശ്രീനാരായണ ഗുരു കാണുന്നിടത്തെല്ലാം പ്രഘോഷിച്ചും ജനങ്ങളെ ആഹ്വാനം ചെയ്തും മുന്നോട്ട് നയിച്ചും പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള സഹോദരൻ അയ്യപ്പൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പറഞ്ഞു, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം. സഹോദരൻ അയ്യപ്പൻ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം എന്ന് നാടാകെ പ്രചരിപ്പിക്കുന്നു എന്ന പ്രശ്നം അദ്ദേഹത്തിൻ്റെ അടുത്ത ശിഷ്യന്മാർ ശ്രീനാരായണ ഗുരുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ശ്രീനാരായണ ഗുരു അവരോട് പറഞ്ഞൊരു മറുപടി കാലത്തിൻ്റെ ചുവരെഴുത്തുകളിൽ മായാത്ത മഹനീയമായ അനുഭവമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അയ്യപ്പന് ദൈവമില്ല എന്ന് പറഞ്ഞു നടന്നാലും അയ്യപ്പൻ്റെ പ്രവർത്തികളിൽ ദൈവമുണ്ട് എന്ന് പറയുകയും എങ്ങനെയായിരിക്കണം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മൂർത്തമായ സ്വഭാവം എന്ന് വരുംകാല തലമുറയെ പഠിപ്പിക്കുകയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ ഗുരു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് പ്രഖ്യാപിച്ച സഹോദരൻ അയ്യപ്പൻ എങ്ങനെ മാറി എന്ന് മാത്രം പഠിച്ചാൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഗുണകരങ്ങളായ വശങ്ങളെക്കുറിച്ച് ലോകത്തിന് മനസ്സിലാകും. ശ്രീനാരായണ ഗുരു അനുകമ്പയെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന അനുകമ്പയും സദാ കരുണാകര നൽകു ഉള്ളിൽ നിൻ തെരുമൈ വിട്ടകലാത്ത ചിന്തയും എന്ന് അനുകമ്പാ ദശകത്തിലൂടെ ശ്രീനാരായണ ഗുരു എഴുതി വെച്ചപ്പോൾ നിന്നെ കുറിച്ച് ഓർക്കണം, പക്ഷേ അതിനു മുമ്പ് അനുകമ്പ എന്ന മഹത്തായ പദത്തിൻ്റെ അർത്ഥം നീ തിരിച്ചറിയണം എന്ന് നമ്മളോട് പ്രഖ്യാപിക്കുകയായിരുന്നു. ദൈവങ്ങളുടെ ആദ്യഭാവം കരുണയാകണം എന്ന്
ലോകത്തിനോട് തന്നെ പറയാൻ ഒരു മടിയും കാണിക്കാത്ത ശ്രീനാരായണ ഗുരു, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പറയും പോലെ കരുണയെക്കുറിച്ച്, അനുകമ്പയെക്കുറിച്ച്, ജീവിതത്തിൽ നാം പുലർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാതിനെയും കുറിച്ചും നല്ലതുപോലെ അദ്ദേഹം നമ്മുടെ മുമ്പിൽ പറയാൻ വേണ്ടി ശ്രമിച്ച, നമ്മുടെ മനസ്സുകളിൽ ലോകമുള്ളിടത്തോളം കാലം പ്രാർത്ഥനയോടെ, ആരാധനയോടെ, എല്ലാ പ്രയാസങ്ങളുടെയും മുമ്പിൽ തൊഴുകൈകളോടെ കാണാൻ കഴിയുന്ന ഗുരുദേവന്റെ മഹാസമാധിയുടെ മുമ്പിലാണ് നാം ഈ പ്രണാമം അർപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സച്ചിദാനന്ദ സ്വാമികൾ ഇവിടെ പറഞ്ഞു, ശ്രീനാരായണ ഗുരു ജയന്തിയും സമാധിയും ഒന്നും മാധ്യമങ്ങൾ വേണ്ടതുപോലെ ചിത്രീകരിക്കുന്നില്ല. ഞാൻ മാധ്യമങ്ങളോട് അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുകയല്ല. കേരളത്തിലെ മാധ്യമം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ടോ എന്ന് പുതിയ കാലത്തിന് തുല്യമായി ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും. സത്യത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലം ഏതാണ്ട് എല്ലാ ദിവസവും പൂർണ്ണമായി നിൽക്കേണ്ടി വന്ന, നിർഭാഗ്യവശാൽ നിൽക്കേണ്ടി വന്ന ഒരു സ്ഥലം, ജീവിതത്തിൽ ഒരു ജനപ്രതിനിധിക്കും ഇങ്ങനെ നിൽക്കേണ്ടി വരരുത് എന്ന് ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന സ്ഥലമാണ് വയനാട്ടിലെ ചൂരൽമല. ചൂരൽമലയിൽ ജൂലൈ 30 പുലർച്ചെ 3 മണിക്ക് ദുരന്തം അറിഞ്ഞ നിമിഷം മുതൽ അതോടൊപ്പം നിന്ന് രാവിലെ കരമാർഗമോ ട്രെയിൻ മാർഗമോ യാത്ര ചെയ്താൽ ഏറെ പ്രയാസമാകും എന്ന് അറിയാവുന്നതുകൊണ്ട് അപകടകരമായിട്ടുള്ള ആകാശങ്ങളിലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എയർക്രാഫ്റ്റിലൂടെ അവിടെ പോയി തുടർച്ചയായി 10-25 ദിവസം ആ ദുരന്തത്തിൻ്റെ നേർക്കാഴ്ചകൾ കാണേണ്ടി വന്ന നിർഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാനതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ നിങ്ങൾക്കത് പ്രയാസമാകും. ഞാനതിലേക്ക് കടക്കുകയും ചെയ്യുന്നില്ല. മറ്റു പ്രയാസങ്ങളല്ല, അനുഭവിക്കപ്പെട്ട പ്രയാസങ്ങൾ. ചൂരൽമല എന്ന പ്രദേശം ഇന്നില്ല, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. രാവിലെ തന്നെ കോടമഞ്ഞ് വീഴുന്ന വയനാടിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ചൂരൽമല ഇന്ന് നമ്മുടെ കൂട്ടത്തിലില്ല. ഭൂമിയിൽ നിന്ന് 1782 അടി മുകളിലുള്ള പുഞ്ചിരിമുറ്റം എന്ന സ്ഥലത്തുണ്ടായ അതിഭീകരമായിട്ടുള്ള ഉരുൾപൊട്ടൽ, പുഞ്ചിരിമുറ്റത്തെ, മുണ്ടക്കയ്യെ, അട്ടാമലയെ, ആറാമലയെ, വെള്ളാർമലയെ, അതുൾപ്പെടുന്ന ചൂരൽമല എന്ന പ്രദേശത്തെ 3 ഗ്രാമങ്ങളെ സമ്പൂർണമായി ഇല്ലാതാക്കുന്ന വിധത്തിൽ അതിഭീകരമായ ഉരുൾപൊട്ടലിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കണ്ടെത്തപ്പെട്ട മൃതശരീരങ്ങളും മൃതശരീര ഭാഗങ്ങളും 446. കാണാതെ പോയവരുടെ എണ്ണം 122 അതിൽ DNA ടെസ്റ്റിന്റെ രക്തസാമ്പിളുകൾ പൂർത്തിയായപ്പോൾ കാണാതാകപ്പെട്ട 122 പേരിൽ 55 പേരെ തിരിച്ചറിഞ്ഞു. ഇനിയും ചിലത് തിരിച്ചറിയാനുണ്ട്. അപ്പോഴും 67 മനുഷ്യരെവിടെയെന്ന് ഇപ്പോഴും മലയാളം അന്വേഷിക്കുന്ന, ഒരു പക്ഷേ ഇന്ത്യയോ കേരളമോ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു ചൂരൽമലയിലെ ദുരന്തം. ശ്രീനാരായണ ഗുരു ഉയർത്തിവെച്ച അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരനാത്മസുഖത്തിനായി വരണം എന്ന പിന്നെ അദ്ദേഹത്തിന്റെ വചനങ്ങൾ എത്ര ഗൗരവത്തോടെ മലയാളം ഏറ്റെടുത്തു എന്നുള്ളതിന്റെ തെളിവായിരുന്നു ആ ദുരന്ത മുഹൂർത്തത്തിൽ ലോകം കാണിച്ച, പ്രത്യേകിച്ച് 3.5 കോടി മൂക്ക് താഴോട്ട് നീണ്ട മലയാളി കാണിച്ച ആത്മബന്ധവും അതിൻ്റെ സമാനതകളില്ലാത്ത വിധത്തിലുള്ള ഐക്യവും ദുരന്തത്തിന്റെ മുമ്പിൽ മലയാളി അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമാണത്. ഞാനവിടെ ആദ്യത്തെ ദിവസം കണ്ട് പൊട്ടിക്കരയുന്ന അമ്മമാരിൽ ഒരാൾ, എൻ്റെ അമ്മയുടെ ഏതാണ്ട് അതേ പ്രായവും അതേ ഉയരവുമുള്ള, എൻ്റെ അമ്മ ഇത്തിരി ഉയരം കുറഞ്ഞ ഒരു സ്ത്രീയാണ്, അതേ ഉയരവുമുള്ള ഒരു സ്ത്രീ പൊട്ടിക്കരഞ്ഞവരെ നടത്തുന്ന, അവരുടെ അക്ഷരാർത്ഥത്തിൽ വേണമെങ്കിൽ പരാക്രമം എന്ന വാക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വന്ന അവസ്ഥ കണ്ട് ഞങ്ങൾ മന്ത്രിമാർ അവരുടെ അടുത്തിരുന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയുടെ ഛായയുള്ള ഒരാൾ എന്ന നിലയിൽ കുറച്ചുകൂടി കെട്ടിപ്പിടിച്ച് അവരെ ചേർത്ത് നിർത്തി. സാധാരണ നമ്മൾ രാഷ്ട്രീയക്കാരൊക്കെ ഇത്തരം ഘട്ടങ്ങളിൽ പോയാൽ പറയുന്ന ചില സ്ഥിരമായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. മറക്കാൻ ശ്രമിക്കുക, നാളേക്കൊരു പുതിയ കാലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക, ജീവിച്ചിരിക്കുന്നവരോട് ഇനി നോക്കുക, അവനവൻ്റെ ശരീരം ശ്രദ്ധിക്കുക. ആ അമ്മ എന്നെ ഏതോ പൂർവ്വകാല ബന്ധം കൊണ്ട് ബന്ധമുള്ള ഒരാളെന്ന പോലെ തലയിൽ തൊട്ടിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ കണ്ണിൽ നിന്ന് ഏതൊക്കെ കാഴ്ച ഞാൻ മറയ്ക്കണം. ഞാൻ മുണ്ടക്കൈക്കാരനല്ലെങ്കിലും ഞാൻ ആ സ്ഥലത്ത് താമസിക്കുന്ന ഒരാളെന്ന ധാരണയിൽ അമ്മ പറയുകയാണ്. നാസറിൻ്റെ വീട്, സുദേവൻ്റെ വീട്, ബഷീറിൻ്റെ വീട്, തൊട്ടുപുറത്ത് എൻ്റെ വീട്, എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് 2 മക്കൾ, 11ഉം 13ഉം വയസ്സായ 2 മക്കൾ, ഞാൻ പെറ്റില്ലെങ്കിലും ഞാൻ പെറ്റതുപോലെ അനുഭവമുള്ള 2 മക്കൾ. 3:15 ഈ ഉരുൾപൊട്ടലുണ്ടായി. ഞങ്ങൾ എല്ലാവരും കൂടി ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുമ്പോൾ ആ 2 മക്കളുടെ കരച്ചിൽ കേട്ട് ഞങ്ങൾ ഓടിച്ചെന്നു.
ഞങ്ങൾക്ക് അങ്ങോട്ട് മുട്ടാനാകുന്നില്ല. വീടിന്റെ തൊട്ടപ്പുറത്താണ്, ഒരു 10 മീറ്റർ ഇപ്പുറം വരെ ഞങ്ങൾ വന്നു നിന്നു. പിന്നെ ചവിട്ടാനാകില്ല, താഴ്ന്നു പോകും. അനിയന്റെ തലയിൽ സൺഷെയ്ഡിന്റെ കോൺക്രീറ്റ് വീഴാതിരിക്കാൻ ജ്യേഷ്ഠനായിട്ടുള്ള 13 വയസ്സുകാരൻ അവന്റെ തല കൊണ്ട് താങ്ങി പിടിച്ച് നിൽക്കുകയാണ്. അവൻ അലറി വിളിക്കുന്നുണ്ട്, ഓരോരുത്തരുടെയും പേരു പറഞ്ഞവൻ വിളിക്കുന്നുണ്ട്, രക്ഷിക്കണേ. ഇവരോടി വന്നു. അമ്മ പറഞ്ഞു, മോനെ ഞാൻ തോർത്തെറിഞ്ഞു കൊടുത്തു, ഒരുത്തൻ വടിയെറിഞ്ഞു കൊടുത്തു, വേറൊരുത്തൻ വടമെറിഞ്ഞു കൊടുത്തു. അവസാനം ഉടുത്ത സാരി ഞാൻ ഊറി ഈ മക്കളുടെ നേരെ വലിച്ചെറിഞ്ഞു, പിടിച്ചു കയറ്റാൻ പറ്റുമോ എന്ന് കരുതിയിട്ടാണ്. ആ അമ്മ എന്നോട് ഒരു കരച്ചിൽ കൂടി നടത്തിയിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ആ 2 മക്കളുടെ മുടിയുടെ കറുപ്പ് താഴും വരെ ഈ ചളിയിലേക്ക് പോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന നിർഭാഗ്യമായ 2 കണ്ണുകളാണ് മക്കളെ. എങ്ങനെ ഈ കാഴ്ച മറക്കാൻ പറ്റും? ഞാൻ ഓരോന്നും വിവരിക്കുന്നില്ല. അത്രമേൽ ഒരുപക്ഷെ മനുഷ്യനായി ജീവിക്കുമ്പോൾ ഇങ്ങനെ ചിലത് കാണേണ്ടി വരുമോ എന്ന് ഭീതിയോടെ നാം കാണേണ്ടി വരുന്ന ഒരവസരം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീനാരായണന്റെ ദീർഘമായിട്ടുള്ള വീക്ഷണവും അദ്ദേഹത്തിന്റെ വചനങ്ങളും ലോകം അതിന്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടി അവിടെ നമുക്ക് ലഭിച്ചു. രാത്രി 12:30 മണിക്ക് പ്രിയപ്പെട്ട MP-ക്കും MLA-ക്കും ഒക്കെ അറിയാവുന്നതുപോലെ ആസാദ് മൂപ്പന്റെ ആസ്റ്റർ മെഡിസിറ്റിയിലെ ആശുപത്രിയുടെ അകത്ത് മരണപ്പെട്ടവർ, ശരീരഭാഗങ്ങളിൽ പലതും കൈമോശം വന്നവർ, ഓർമ്മകളിലേക്ക് തിരിച്ചു വരുമ്പോൾ തലേന്ന് രാത്രി അത്താഴം കഴിച്ച് കിടക്കുന്ന നേരത്തൊപ്പമുണ്ടായവരെ അന്വേഷിക്കുന്നവർ, ശരീരത്തിലുണ്ടായ വേവനാദികൾ കണ്ട് ഉറക്ക നിലവിളിക്കുന്നവർ, അവരുടെ നടുവിലൂടെ ഭ്രാന്തമായ മനസ്സോടെ ഞാനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ഭ്രാന്തമായ ചിന്തയോടെ നടക്കുന്ന നേരത്ത് എൻ്റെ മൊബൈൽ ഫോണിലെ കിളി ചിലച്ചു എന്ന് പറഞ്ഞാൽ വാട്സപ്പ് സന്ദേശത്തിന് ശബ്ദം കൊടുക്കാത്തയാളാണ് ഞാൻ. പക്ഷെ അന്ന് ധാരാളമായി വരുന്ന സന്ദേശങ്ങളെല്ലാം വാട്സപ്പിലൂടെയാണ് എന്നുള്ളത് കൊണ്ട് ആ 30-ാം തീയതി രാത്രി 12:30 മണിക്ക് വാട്സപ്പിൽ ചിലച്ച കിളി അതേ സമയത്ത് ഞാൻ ആ വാട്സപ്പ് എടുത്തു നോക്കി. ഞാൻ ഈ സമയം വരെ ഗുരുവിന്റെ മഹാസമാധിയിൽ ഇവിടെ എത്തിച്ചേരുന്ന, ഈ ശിവഗിരിയിൽ എത്തിച്ചേരുന്ന നിമിഷം വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടി. പ്രായം കൊണ്ട് എന്നെക്കാൾ താഴെയാകുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഒരു കൊച്ചിനെ പ്രസവിച്ചത് കൊണ്ട് അമ്മ എന്ന മഹത്തായ പദത്തിലേക്ക് മലയാളം അവരോധിച്ച ഒരു പാവപ്പെട്ട പെൺകുട്ടി. അവൾ എഴുതിയിരിക്കുന്ന സന്ദേശം 3 വരികളാണ്. സാർ, TV-യിൽ കാണുന്ന വാർത്തകൾ കരളു പിടയ്ക്കുന്നതാണ്. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ ഒറ്റപ്പെട്ടു പോയി എന്ന് ഒരു വാർത്താ ചാനൽ ഇപ്പോൾ എഴുതി കാണിക്കുന്നു. അങ്ങനെ മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിറമാറുമായ ഒരമ്മ വിളിപ്പാടകല കാത്തിരിക്കുന്നുണ്ട് എന്നങ്ങനെ അവരെ അറിയിക്കണം എന്നാണ് ആ അമ്മ എഴുതിയ, ആ പെൺകുട്ടി എഴുതിയ സന്ദേശം. പേരറിയാത്ത, രക്തബന്ധമില്ലാത്ത, സ്ഥലമറിയാത്ത ഒരു ദേശത്ത് മുല കുടിക്കാൻ ഒരു കുട്ടിക്ക് അത് നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ നിറമാറുമായി കാത്തിരിക്കുന്ന മലയാളത്തിന്റെ മാതൃത്വം ഉൾപ്പെടെ പങ്കെടുക്കുന്നതാണ് ഈ കേരളത്തിന്റെ മഹനീയമായ കാലം എന്ന് നാം വിസ്മരിച്ചുകൂടാ. അവിടെ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങൾ പ്രയാസമാകും. എന്നെ വേദനിപ്പിച്ചത് അതാണ്. ഇവിടെ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ വരികളുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ്. കേരളം ഇന്ത്യൻ ഗവൺമെന്റിന് കൊടുത്ത ഒരു മെമ്മോറാണ്ടം. ദുരന്തം നടന്ന 10 ദിവസത്തിനകം ആഗസ്റ്റ് 9-ാം തീയതി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കി സെൻട്രൽ ഗവൺമെന്റിന്റെ ടീമിനെ കാണിച്ച് വിശദാംശങ്ങളോടെ 17-ന് കൊടുത്ത ഒരു മെമ്മോറാണ്ടം ആഗസ്റ്റ് 23-ന് അത് കോടതി ആവശ്യപ്പെട്ടു, കോടതിയിലും സമർപ്പിച്ചു. തർക്കങ്ങളാകാം, കൊടുത്തത് ശരിയോ തെറ്റോ എന്ന ചോദ്യങ്ങളാകാം, വിമർശനങ്ങളാകാം. പക്ഷേ അവിടെ കൊടുത്തത് ഒരു മെമ്മോറാണ്ടമാണെന്നിരിക്കെ, കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ കേരളം അവതരിപ്പിച്ചൊരു മെമ്മോറാണ്ടമാണെന്നിരിക്കെ, നമ്മുടെ പുതിയ ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് 2012 മുതൽ കേരളം കൊടുത്ത എല്ലാ മെമ്മോറാണ്ടങ്ങളും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം NDMA-യുടെ വെബ്സൈറ്റിലുണ്ട് എന്നിരിക്കെ, മെമ്മോറാണ്ടമായി കൊടുത്തൊരു വസ്തുതയെ എക്സ്പെൻഡിച്ചറായി അവതരിപ്പിക്കുമ്പോൾ ആരോടെങ്കിലും ഒന്ന് ചോദിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യണമെന്ന ഏറ്റവും ചെറിയ സാമാന്യ മര്യാദ പലപ്പോഴും കാണിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ധാരണ. ഞാനതിൻ്റെ വിശദാംശങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താനല്ല, എല്ലാത്തിനും കാര്യമുണ്ട്. ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്നെഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ബഹുമാനപ്പെട്ട MP-ക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഒരു മെമ്മോറാണ്ടം കൊടുക്കുക? The cost is involved and is estimated to be 17 crores. ആകാശത്ത് പറക്കുന്ന വിമാനത്തിന്റെ ബില്ല് തരേണ്ടത് കേരളത്തിലെ KSRTC അല്ല എന്നും
അത് ഇന്ത്യൻ എയർഫോഴ്സ് ആണെന്നും ആർക്കും അറിയാത്തതല്ല. 2018 അങ്ങനെ ഉണ്ടായപ്പോൾ സെർച്ച് ആൻഡ് റെസ്ക്യൂവിൽ നമ്മൾ കൊടുത്തത് 271 കോടി. ഗവൺമെന്റ് പറഞ്ഞു, സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞു അത് നോക്കിയിട്ട് ഈ ഹഡിൽ തൽക്കാലം 70 കോടി തരും. ഇനി ആക്ച്വൽസ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന നേരത്ത് ബാക്കി പറയാം. ആക്ച്വൽസ് ക്ലെയിം ചെയ്യാൻ പിന്നെയും 1 വർഷക്കാലം കഴിഞ്ഞു. കാരണം IAF-ന്റെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ബില്ല് വരാൻ 2019 അന്ന് വന്നത് 102 കോടി. അപ്പോ 70 ഞങ്ങൾക്ക് അന്ന് തന്നുള്ളൂ, ഞങ്ങൾക്ക് ആക്ച്വൽസ് തരാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് 32 കൂടി തരണ്ടേ എന്ന് ചോദിച്ചു. ഒരു മടിയും അവർ കാണിച്ചില്ല. കയ്യിലുള്ള STRF-ൽ നിന്ന് അതെടുത്ത് ചെലവഴിച്ചോളാൻ പറഞ്ഞു. അതിനാണ് ഈ ആക്ച്വൽസ് കൊടുക്കുന്നത്. ഞാൻ അതിന്റെ തർക്കങ്ങളിലേക്കല്ല പറയുന്നത്. ബഹുമാനപ്പെട്ട ചാനൽ അവതാരകരെല്ലാം അതിന് ശേഷം പറഞ്ഞു ഇങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി, അത് ആക്ച്വൽ കണക്കായിരുന്നില്ല, അഥവാ എക്സ്പെൻഡിച്ചർ ആയിരുന്നില്ല. STRF കൊടുക്കുന്ന കണക്കിനൊരു ഒരു 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 കണക്കുണ്ട്. ഒരു വീട് തകർന്നാൽ വർക്കലയിലായാലും അന്തിക്കാടായാലും തിരുവനന്തപുരത്തായാലും 1,30,000 കൊടുക്കാൻ പറ്റൂ. അതൊരു നിയമമാണ്. എന്നാൽ STRF-ന്റെ നോംസ് അല്ലാതെ കൊടുക്കാവുന്ന ചില അധിക സംഖ്യകളുണ്ട്. അതെങ്ങനെയാണ് അവതരിപ്പിക്കുക? നമ്മുടെ നിയമത്തിന്റെ സെക്ഷൻ 50 പ്രകാരം ദുരന്തത്തിലും ദുരന്ത പ്രതികരണത്തിലും ദുരന്ത നിവാരണത്തിലും ആക്ച്വൽസ് ക്ലെയിം ചെയ്യാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ട്. അങ്ങനെ കൊടുത്തതാണ്. പക്ഷേ നമുക്കതൊരു ചെറിയ കാര്യമായി ഒരു തെറ്റുപറ്റി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെങ്കിലും ആ പ്രവർത്തനത്തിൽ നിറമാറുമായി കാത്തിരുന്നിരുന്ന ഒരമ്മ മുതൽ അതിൽ പങ്കെടുത്ത 10,000-കണക്കിന് മനുഷ്യന്റെ മനസ്സിലുണ്ടായ വേദനയെ, സംശയത്തെ, ആശങ്കയെ നമുക്ക് മാറ്റാനാകുമോ? മാധ്യമധർമ്മം കുറച്ചുകൂടി നല്ല വിധത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞാനൊന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഉണ്ട്. ശുഭകാനന്ദ സ്വാമി സൂചിപ്പിച്ചതുപോലെ നാം ഒരു പുതിയ വിവര സാങ്കേതിക വിദ്യയുടെ വിജ്ഞാനകരമായിട്ടുള്ള വിസ്ഫോടനത്തിന്റെ മുമ്പിലേക്കാണ് പോകുന്നത്. ഇനി ഒരു കെ രാജനും ഒരു ശശി തരൂരും ഒരു വി ജോയിയും ഒരു വർക്കല കഹാറും ഒരു KM രാജിയും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഉപകരണങ്ങളെ ഉള്ളൂ. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഉണ്ടാക്കാൻ പറ്റാത്തൊന്നുണ്ട്. അതുകൊണ്ടാണ് കവി എഴുതിയത്, ഒറ്റ വാക്കിനാൽ തീവന്തകാനനം പച്ചതൻ മഹാ കേദാരമാക്കുവാൻ വന്നു നിൽക്കുന്നു കശ്യപൻ വീണ്ടും, വിത്തെറിഞ്ഞാൽ മുളയ്ക്കാത്ത സൈബറിൽ. സൈബർ വിത്തെറിഞ്ഞാൽ മുളയ്ക്കാത്ത ഒന്നാണ്. ശ്രീനാരായണ ഗുരു നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച നവോത്ഥാനത്തിന്റെയും വിശ്വാസത്തിന്റെയും ആത്മീയതയുടെയും മഹത്തായ ലോകത്തെ അതുപോലെ അവതരിപ്പിക്കാനും തുടരാനും മനുഷ്യന്റെ വിവേചനവും ബുദ്ധിയും എന്ന മഹത്തായ ഘടകങ്ങൾ വേണ്ടി വരും. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഉണ്ടാക്കാനാകില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആധുനിക കാലത്ത് സൃഷ്ടിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ചിന്ത പോലെ പുതിയ കാലത്തിന് ഉപയോഗിക്കാവുന്ന പ്രാപ്യമായ ഏറ്റവും വലിയ സങ്കേതമാണ്. യാതൊരു തർക്കവും അക്കാര്യത്തിലില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം ലോകത്തിന് മുന്നോട്ട് പോകാനാകില്ല. ലോകത്തിന് മുന്നോട്ട് പോകാൻ മനുഷ്യൻ എന്ന പദത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയണം. മജ്ജയും മാംസവും വിവേചനവും വിവേകവുമുള്ള മനുഷ്യൻ എന്ന പദത്തിലേക്ക്. ഞാൻ അവസാനിപ്പിക്കുന്നു. ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി എഴുതിയിട്ടുണ്ട്, ഒറ്റ നോക്കി ഇവിടെ നമ്മളോട് പറഞ്ഞതുപോലെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഇനി നമുക്കാരും ഇല്ലെന്ന് തോന്നുമ്പോൾ എന്നൊരു കവിത. അതിൽ അദ്ദേഹം പറഞ്ഞു, ഇനി നമുക്കാരും ഇല്ലെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക. ഇനി നമുക്കാരും ഇല്ലെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക. പുഴയിറമ്പിലെ പുല്ലുകൾ പൂവുകൾ, പുഴയിൽ 1000 നക്ഷത്ര മീനുകൾ, ഋതുലയം ചേർത്തു പാടുന്ന പക്ഷികൾ, നിബിഡ കാനനം നീളപൂമ്പാറ്റകൾ, ഉടയ ദൈവത്തിന് എണ്ണയും കൊണ്ടിതാ പുഴു ഒരാൾ സ്നേഹ യാത്ര തിരിക്കുന്നു. ഇനി നമുക്ക് എന്തു വേണം ഈ ഭൂമിയിൽ, നിറയെ ജീവന്റെ ബന്ധുക്കളല്ലയോ എന്ന് ആലങ്കോട് എഴുതി വെച്ചതുപോലെ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും തീരാത്ത വിധത്തിൽ മലയാളത്തിന്റെ മനുഷ്യന്റെ പച്ചയായ ജീവിതത്തെ മണ്ണുമായി കൂട്ടിയോജിപ്പിച്ച് ആധുനികതയിലേക്ക് തന്നെ കടക്കണമെന്ന് നിർബന്ധിച്ച് ലോകത്തിന് ഒരു തലമുണ്ടാക്കി കൊടുത്ത, ഒരു ചിന്തയുണ്ടാക്കി കൊടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശിവഗിരിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് ഒരു നിയോഗമായിരിക്കും. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി കാലം മുതൽ പല ഘട്ടങ്ങളിൽ ഇവിടെ വന്നിട്ടുണ്ട്, മന്ത്രിയായിട്ടും വന്നിട്ടുണ്ട്. പക്ഷേ മഹാസമാധിയിൽ ഇങ്ങനെ വരാനും ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധിക്ക് മുമ്പിൽ ചെന്ന് തൊഴാനും ഇവിടെ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനും കഴിഞ്ഞത് തീർച്ചയായിട്ടും ഒരു വലിയ അനുഭവമായി കരുതി, ലോകമുള്ളിടത്തോളം കാലം അവസാനിപ്പിക്കാത്ത തീരാത്ത ഗുരുദേവന്റെ സമുജ്വലമായിട്ടുള്ള അനുഭവങ്ങൾ മലയാളിയുടെ നെഞ്ചിൽ തന്നെ സൂക്ഷിക്കും എന്ന വിശ്വാസം നമുക്കുണ്ട് എന്ന ധാരണയോടെ എല്ലാവർക്കും മഹാസമാധിയുടെ വർണ്ണവർഗ ലിംഗവ്യത്യാസങ്ങളില്ലാതെ ഒരുമിച്ച് നടക്കാം
എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.